പ്രിയപ്പെട്ട യുവജനങ്ങളെ, ഇന്ന് നമ്മളുടെ ഇടയിൽ നിന്ന് വന്ന് നമുക്കിടയിൽ തന്നെ ഫേമസ് ആയ, അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫുൾ വൈറലായ താരങ്ങളെല്ലാം കൂടി അണിനിരക്കുന്ന സിനിമ ഏതാണ്? വാഴ. അപ്പോ ഇന്ന് അതിന്റെ ട്രെയിലർ വന്നിരിക്കുകയാണ്. നമ്മളിപ്പോ നമുക്ക് ആ ട്രെയിലർ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടൊന്ന് റിയാക്ട് ചെയ്യാം. അതെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. ഇവരുടെ സ്കൂളിൽ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാനല്ലാതെ ഇന്നേ അവരവിടെ പോയിട്ടില്ല. സത്യം ചുമ്മാതല്ല, ഒരിക്കൽ ചീത്തയായ പിള്ളേരെ അത്ര പ്രോത്സാഹനമല്ലേ കൊടുക്കുന്നു. പഠിക്കാൻ പറ്റുന്ന സമയത്ത് പഠിക്കണം, അല്ലാതെ ഇങ്ങനൊക്കെ സംഭവിക്കും. നമ്മുടെ ലൈഫ് പെണ്ണുമില്ല. അവൻ ഇനി ഇടിച്ചുറക്ക ഞാൻ നല്ല തൊരിഞ്ഞ എല്ലാവരും നീ അവരെ പോലെ അല്ല, നിനക്ക് നല്ല ഫ്യൂച്ചറുണ്ട്. എല്ലാവരും പറഞ്ഞ ഡയലോഗ്. എല്ലാവരും അവരുടെ മക്കൾ നന്നായി കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഇല്ലാത്ത കാശ് കൊടുത്ത് കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ മക്കളുടെ തലവർക്ക് എന്ന് കണ്ടോ അന്ന് തീർന്നതാ. പറയാനുള്ള കാര്യങ്ങൾ അപ്പ പറഞ്ഞേക്കണം. എത്ര ആൾക്കാർ കൂടി നിന്നാലും പറഞ്ഞേക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് മാനം കെടുത്തിയാലേ ഉമാരൊക്കെ നന്നാവുള്ളൂ. നീയെ നശിച്ചു, മറ്റു പിള്ളേരുടെ ജീവിതം കൂടെ നീ നശിപ്പിച്ചല്ലോടാ. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ അവനെ നമ്മൾ അനുവദിച്ചിട്ടുണ്ടോ? നമ്മൾ കൊടുത്തല്ലേ തിരിച്ചു കിട്ടും. അവരൊന്നിച്ചുള്ളപ്പോഴേ അവർക്ക് സന്തോഷമുള്ളൂ. ഇവിടെ വിലയില്ലെന്ന് പറയുന്ന പല കാര്യത്തിനും വിലയുണ്ട്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. ബയോപിക് ഓഫ് എ ബോയ്സ് അല്ലേ? എങ്ങനെയുണ്ട്? പക്ഷെ അവസാനം ഇമോഷൻ ഉണ്ട്. ഇതുവരെ കണ്ടിട്ടില്ല, ഫുള്ള് കോമഡി ആയിരുന്നു. ലാസ്റ്റ് ട്രെയിലർക്ക് അവര് ഇമോഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. നമ്മള് പഠിച്ച കാലഘട്ടത്തിലൊക്കെ ഉള്ളതും നമ്മുടെ കൂട്ടത്തിൽ നടന്ന സംഭവങ്ങൾ പലതും ഉണ്ട്. പേര് തന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ ബാക്കിയുള്ള സ്ഥലത്തുണ്ട്. എനിക്ക് ട്രിവാൻഡ്രം, കൊല്ലം ജില്ലകളിൽ നമ്മളെല്ലാ ഗ്യാങ്ങിലും കാണും ഇങ്ങനെ ഒരു പേരുള്ള ഒരാൾ. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വാക്കുകളിൽ ഒന്നാണ് വാഴ. അതിനകത്തിന്റെ മെയിൻ ഡയലോഗ്, നിനക്ക് ഒരു വാഴ വെച്ചിട്ട് അതൊക്കെ നമ്മുടെ എല്ലാരെയും പാരന്റ്സിനെ റെപ്രസെന്റ് ചെയ്ത ആളുകളുണ്ട്. നമ്മുടെ ഗ്യാങ്സ് ഫുള്ള് പബ്ജി എല്ലാം ഉണ്ട് ഇതിനകത്ത്. തമാശ മൂഡില് ഫുള്ള് പോകുന്ന പടമാണ്. നല്ലൊരു കോമഡി പടം. കോമഡി അവസാനം ഇത്തിരി ഇതായിട്ട് സാഡായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫുള്ള് കോമഡിയിലൂടെ എന്തെങ്കിലും ഒരു ഇമോഷന് വേണ്ടി, പക്ഷെ അത് നല്ല ടച്ച് ആവുന്ന രീതിക്കാണ് ഇമോഷൻ ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് നമ്മളെല്ലാരും ആസ്വദിച്ചിരിക്കാൻ നേരത്ത് പെട്ടെന്നാണ് ആ ഒരു ഇമോഷണൽ സാധനം കിടന്നു. ഒരുപാട് പുതുമുഖങ്ങളല്ലേ അഭിനയിച്ചേക്കുന്നത്. എല്ലാ സോഷ്യൽ മീഡിയ മൂവിയിൽ ആദ്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ വഴി കയറി വന്ന ആൾക്കാർ എല്ലാരും. ഹാഷറാണേലും എല്ലാരും. ജോമോൻ ഹാഷിറിനൊക്കെ കോളേജുകളിൽ പോയി ഭയങ്കര ആരോഗ്യമായിരുന്നു. ഫാൻസ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാനാണേലും കൈ കാണിക്കാനും ഭയങ്കര ഫാൻസ് ആയിരുന്നു. ഹാഷിറിന്റെ ടീമുകളിൽ മിക്കുള്ളവരും ഉണ്ട്. ജോമോൻ ബേസിലുണ്ടെന്നൊക്കെ ഇതിനകത്ത് ഇങ്ങനെ കാസ്റ്റിൽ കണ്ടായിരുന്നു. ജയയുടെ ബേസിലിപ്പം തിളങ്ങിയിരിക്കുന്ന ടൈം ആണല്ലോ. ഡയറക്ടറും നല്ല ഡയറക്ടറാണ് പുള്ളിയുടെ. ഇപ്പൊ എങ്ങനെയായാലും ഇനി അധിക ദിവസം ഇല്ല. ഓഗസ്റ്റ് 15 ഉടനെ ഉണ്ട്. ഇപ്പം എല്ലാവർക്കും നല്ലൊരു എന്റർടൈനർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നല്ലേ. കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ചിരിക്കാൻ പറ്റും. അതെ, അതായത് ഒരു ഗ്യാങ് ആയിട്ട് പോയി കാണുന്ന പറ്റി, അതായത് ഇപ്പം സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിച്ച ഒരു ഗ്യാങ് ആണല്ലോ. ആ ഗ്യാങ് ആയിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്ത് ചിരിക്കാനും നമ്മുടെ പല നമ്മുടെ കോളേജില് പറഞ്ഞ കാര്യങ്ങളും ചിരിച്ച കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ തിയേറ്ററിലൂടെ ഒരു സ്ക്രീനിലൂടെ കാണുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ടൊരു സന്തോഷവും പഴയ ഓർമ്മകളൊക്കെ തരുമായിരിക്കും.
നൊസ്റ്റാൾജിയ അടിക്കും എന്ന് വിചാരിക്കുന്നു. അതെ, എല്ലാവർക്കും നല്ലൊരു മൂവി ആശംസിച്ചുകൊണ്ട് ഓഗസ്റ്റ് 15 എല്ലാവരും തിയേറ്ററിൽ പോയി മാക്സിമം ഈ സിനിമ തിയേറ്ററിൽ പോയി കാണും. ഒരുപാട് ആൾക്കാർ, പുതിയ ആൾക്കാരാണ്, അത് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ വന്നവരാണ്. അവരെല്ലാരും സപ്പോർട്ട് ചെയ്യണമെന്ന്. അതും പറ്റുമെങ്കിൽ കൂട്ടുകാരുമായിട്ട്. അതെ, മാക്സിമം നമ്മൾ ഗ്യാങ് അടിച്ച് തന്നെ പോവുക. അതിന്റെ കോമഡിയും കാര്യങ്ങളും എല്ലാം നമുക്ക് കൃത്യമായിട്ട് കിട്ടുമെന്ന് തോന്നുന്നു ഗ്യാങ് അടിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അതിനകത്ത് കുറച്ച് സെൻസർ ചെയ്യേണ്ട കാര്യങ്ങൾ വരും. അല്ല, പക്ഷേ ഫാമിലി ആയിട്ട് പോകുമ്പോൾ പാരന്റ്സിന്റെ ഉണ്ടല്ലോ, പാരന്റ്സിന് റിലേറ്റ് ചെയ്തുള്ള കാര്യമാണ്. അവർക്കും കുറെ ഇമോഷൻസ് കാണുമായിരിക്കും. അതെ. അപ്പൊ എന്തായാലും ഓഗസ്റ്റ് 15 നല്ലൊരു ദൃശ്യ വിരുന്ന് ഒരുങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓക്കെ, ബൈ.